സിസ്റ്റം ഈ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇതൊരു ലീഗൽ ത്രില്ലർ പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഇത് കോടതിയിലെ കേസുകളേക്കാൾ മനുഷ്യരുടെ ഉള്ളിലെ വിചാരണയെക്കുറിച്ചുള്ള സിനിമയാണെന്ന് ബോധ്യമാവുന്നത്. ഇവിടെ ആരാണ് കുറ്റവാളി എന്നതല്ല പ്രധാനം, ആരുടെ വാക്കുകൾക്കാണ് വില കിട്ടുന്നത് എന്നാണ്. ഈ കോടതി മുറിയിലെ ആളുകളല്ല, അവിടെയുള്ള മൗനം തന്നെയാണ് ഈ സിനിമയുടെ കോർ കൺസെപ്റ്റായിട്ട് പിന്നീട് വരുന്നത്. ഈ സോനാക്ഷി സിൻഹയുടെ നേഹ എന്ന കഥാപാത്രം ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ മാത്രമല്ല, അച്ഛൻ്റെ പേരിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ നിഴലിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്ന പെൺകുട്ടിയാണ്. പക്ഷേ സിനിമയുടെ ആത്മാവ് ജ്യോതികയുടെ സരിക എന്ന കഥാപാത്രമാണ്. എല്ലാവരും കോടതിയിൽ സംസാരിക്കുമ്പോൾ അവൾ എഴുതുകയാണ്. അതാണ് സിനിമയുടെ പൊയറ്റിക് മെറ്റാഫർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഹിസ്റ്ററി ഉണ്ടാക്കുന്നത് സംസാരിക്കുന്നവരല്ല, അത് രേഖപ്പെടുത്തുന്നവരാണ്. ഈ പെർഫോമൻസിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് വലിയ എക്സ്പ്രഷൻസ് ഒന്നുമല്ല, ചെറിയ പോസിലാണ്, അല്ലെങ്കിൽ ടൈപ്പിംഗ് നിർത്തുന്ന നിമിഷം ഫയലിലേക്ക് നോക്കുന്ന കണ്ണുകൾ, അല്ലെങ്കിൽ ജോയുടെ ടൈറ്റൻ ചെയ്യുന്ന സൈലൻസ്, എല്ലാം ഡയലോഗിനേക്കാൾ ശക്തമായിട്ട് സിനിമ സംസാരിക്കുന്നുണ്ട്. സ്റ്റോറി വളരെ ഇൻ്റലിജൻറ്റ് സെറ്റപ്പാണ്. പ്രിവിലേജ്ഡ് ലോയറും സ്റ്റെനോഗ്രാഫറും തമ്മിലുള്ള ഒരു ഇമോഷണൽ കൊളിഷനൊക്കെയാണ് ഇവർ തുടക്കത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ചെസ് ഗെയിം പോലെ നമുക്ക് നല്ല മൂവ്മെൻറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഓരോ കഥാപാത്രത്തിലെയും കെയർഫുള്ളി അവർ ബിൽഡ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ പിന്നീട് ഈ മിസ്റ്ററി പ്രെഡിക്റ്റബിൾ ആകുമ്പോൾ ടെൻഷൻ കുറയുകയും ഇമോഷണൽ ഒരു കമൻട്രി പോലെ ഇമ്പാക്റ്റ് നഷ്ടപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഡയലോഗ് ഭയങ്കര ലൗഡൊന്നുമല്ല, പക്ഷേ ഈ സിനിമ ഒരു പർട്ടിക്കുലർ വിസ്പറിലാണ് സംസാരിക്കുന്നത്. ജസ്റ്റിസ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ലൈക്ക് ഗോഡ് എന്നൊരു പഴയ ലൈന് മുഴുവൻ സിനിമയുടെ പെയിൻ സമ്മറൈസ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അശ്വിൻ അയ്യർ തിയാരിയുടെ ഡയറക്ഷൻ ബ്രില്യൻസ് ഫീൽ ചെയ്യുന്നതും ഇതിൻ്റെ ഫ്രെയിമിലാണ്. കാര്യം കോർട്ട് റൂം എല്ലാം വളരെ നീറ്റ്, പോളിഷ്ഡ്, കളർ കോർഡിനേറ്റഡ് ആണ്. ആദ്യം അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായി നമുക്ക് തോന്നും, പക്ഷേ പതിയെ മനസ്സിലാവും ഈ പെർഫെക്ഷൻ തന്നെയാണ് ഈ സിനിമയുടെ സഫോക്കേഷൻ എന്നും. അശുതോഷ് ഗൗരിയോക്കറിൻ്റെ കഥാപാത്രം സിസ്റ്റത്തിൻ്റെ മുഖം തന്നെയാണ്. എൻ്റെ അംഗീകാരം കിട്ടിയാലേ നീ വളരൂ എന്ന ഒരു പേട്രിയർക്കൽ പവർ, അതുകൊണ്ടാണ് സിനിമയുടെ പേര് സിസ്റ്റം എന്ന് വരുമ്പോൾ അത് കോടതി മാത്രമല്ലെന്ന് തോന്നുന്നത്. ഈ മനുഷ്യരുടെ ജീവിതം വരെ നിയന്ത്രിക്കാവുന്ന ഇൻവിൻസിബിൾ സ്ട്രക്ചർ ആണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഈ കോർട്ട് ഡ്രാമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാവുന്നതാണ്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്.